ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ 100% കൊടുക്കുന്നുണ്ട്. ലവ്, കെയർ, അറ്റൻഷൻ, അതുപോലെ കോംപ്രമൈസ്, എല്ലാ കാര്യങ്ങളും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5 കാര്യങ്ങളാണ്. സൈക്കോളജിക്കലി ഫാക്റ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് വേണ്ട പരിഗണന നിങ്ങൾക്ക് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് അവർക്ക് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, കൊടുക്കാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യലി മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഒരുപാട് കെയർ കൊടുക്കുന്നു, ലവ് കൊടുക്കുന്നു, ഒരുപാട് അറ്റൻഷൻ കൊടുക്കുന്നു, ടൈം കൊടുക്കുന്നു, നിങ്ങളുടെ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഈ രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ എ ഗിവർ. അതായത് നിങ്ങളാണ് എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊടുത്തോണ്ടിരിക്കുന്ന ആള്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേക്കർ ആണ്. എപ്പോഴും നമുക്ക് കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങളൊരു ഗിവർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് കുറച്ച് കാലത്തേക്കെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നവർ തിരിച്ചറിയാൻ ഇത് കാരണമാകും. സോ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്? ഞാൻ മാത്രമാണോ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ എഫേർട്ട് ഇട്ടാൽ മാത്രമാണോ ഈ ഒരു റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇട്ട് അങ്ങോട്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇട്ടിരുന്ന ആ ഒരു എഫേർട്ട് അവരിങ്ങോട്ട് തിരിച്ചിടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണ് ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് വേണ്ട പരിഗണന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ അവരെടുത്ത് ഒരുപാട് പോയിട്ട് ബെഗ് ചെയ്യരുത്. എനിക്ക് ടൈം വേണം, എനിക്ക് അറ്റൻഷൻ വേണം, എനിക്ക് കെയർ വേണം, എനിക്ക് ലവ് വേണം എന്ന് പറഞ്ഞിട്ട് അവരോട് നിങ്ങൾ കെഞ്ചാൻ പോവരുത്. അത് നിങ്ങളുടെ ഒരു സെൽഫ് ബൗണ്ടറിനെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് ബൗണ്ടറി ഉണ്ടാക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മളുടെ പാർട്ട്ണറിനോട് പറയാം, ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന എനിക്ക് കിട്ടുന്നില്ല. അപ്പോ ആ ഒരു കാര്യം കൊണ്ടാണ് എൻ്റെ ക്യാരക്ടറിൽ ഈ ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളത് അവരെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അതിപ്പോ നിങ്ങൾക്ക് ഏതൊരു വേ വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവരെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഞാൻ അങ്ങോട്ട് തരുന്ന ആ ഒരു സ്നേഹവും എഫേർട്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഡിസ്റ്റൻസ് നിങ്ങളായിട്ട് കീപ്പ് ചെയ്യാണ്. അതെന്റെ ഒരു ബൗണ്ടറിന്റെ ഭാഗമാണ് എന്നുള്ളത് അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് അവരെ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ അവരോട് മിണ്ടാണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി കുറെ കാലം നടക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന് എന്തുകൊണ്ടാണ് ഇവള് മിണ്ടാത്തേന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാൾ എന്നോട് മിണ്ടാത്തേന്നുള്ള കാര്യം ഈ ആൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാവർക്കും നമുക്ക് 6th സെൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഉള്ളിലുള്ള കാര്യം ഊഹിച്ചെടുക്കാൻ. ചിലപ്പോ പാർട്ട്ണർ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. സോ നമ്മൾ കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വഴിക്കും അവർ മറ്റൊരു വഴിക്കും ആയി പോകാനാണ് പോസിബിലിറ്റീസ് ഉള്ളത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും അവരാണ് എൻ്റെ ലോകം, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് എൻ്റെ ലൈഫ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഫുള്ളി നമ്മൾ അവരിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അവൻ എന്നോട് മിണ്ടിയില്ല, അല്ലെങ്കിൽ അവൾ എന്നോട് മിണ്ടിയില്ല, അവൾ എന്നോട് സംസാരിക്കുന്നില്ല, അവൻ പുറത്തു പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും പല ആളുകളും വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എനിക്കൊരു പാട്ട് പാടണം, അപ്പൊ പാട്ട് പഠിക്കുക. നിങ്ങൾ സെൽഫായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അപ്പോൾ അവരൊക്കെ ബുക്സ് വായിക്കുക. അതേപോലെ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ ഒരു ഓൺ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മളിപ്പം ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അയാളായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു ഓൺ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം. സോ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഫോക്കസ് ആ ഒരു വ്യക്തിയിൽ നിന്നും, അതായത് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും നമ്മുടെ ഫോക്കസ് ഇങ്ങോട്ടേക്ക് സ്വാഭാവികമായിട്ടും ചേഞ്ച് ആയിക്കോളും. ഇനി നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ഒരുപാട് കെയർ കിട്ടണം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇതൊന്നും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. മേ ബി അറിഞ്ഞ് ചെയ്തു തരാൻ അവർക്ക് അറിയുമുണ്ടാവില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയണം. ഇപ്പോൾ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇങ്ങനെ ഹിന്റ് കൊടുക്കും അവര്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് കുറച്ച് ഫ്ലവേഴ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ പാർട്ട്ണറിനോടൊക്കെ പറയാണ്, എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് അവളുടെ ഹസ്ബൻഡ് ഫ്ലവേഴ്സ് ആണ് വാങ്ങിക്കൊടുത്തത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് അവളുടെ ബർത്ത്ഡേക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കൊടുത്തു, നല്ല റെഡ് ഫ്ലവേഴ്സ് ആണ് വാങ്ങിക്കൊടുത്തത്. ഇതൊരു ഹിന്റ് ആണ്. അപ്പൊ നിങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഹസ്ബൻഡ് മനസ്സിലാക്കണം എന്ത്, അവളുടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് അവളുടെ കൂട്ടുകാരിന്റെ ബർത്ത്ഡേക്ക് അവൾക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കൊടുത്തല്ലോ, അപ്പൊ ഞാനും എൻ്റെ ഭാര്യയ്ക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കൊടുത്താൽ അവള് ഹാപ്പി ആവും എന്ന് നമ്മുടെ പാർട്ട്ണർ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ രീതിയിൽ ഹിന്റ് കൊടുക്കുന്നത്. പക്ഷെ മേ ബി അവരതിനെ ജസ്റ്റ് കേൾക്കുമായിരിക്കും. അവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് അവളുടെ ഹസ്ബൻഡ് ഫ്ലവേഴ്സ് വാങ്ങിക്കൊടുത്തു, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം. ഈ രീതിയിലായിരിക്കും അവരത് കേൾക്കുന്നത്. അവരത് കേട്ടു, മറ്റേ ചെവി കൂടെ വിട്ടു. ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ത്രീകൾ ഹിന്റ് കൊടുക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ സ്ത്രീകൾക്കും വിഷമാവാണ്. പിന്നെ അതുപോലെ ഇത് പറഞ്ഞ് പിന്നീട് സ്ത്രീകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പുരുഷന്മാർക്കും അവിടെ വിഷമാവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് അവരോട് പറയാം, എൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ്, അപ്പൊ എനിക്ക് ഫ്ലവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് നീ എനിക്ക് വാങ്ങിത്തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ഇത് നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ മതി. മേ ബി നിങ്ങളുടെ അടുത്ത ബർത്ത്ഡേക്ക് ഇവർ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് വാങ്ങിത്തരും. സോ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം ഒരിക്കലും മറച്ചു വെക്കാതെ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം. എന്തിന്? നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത ഒരു സ്ഥലത്താണ് നിങ്ങളെങ്കിൽ അവിടുന്ന് കോൺഫിഡന്റ് ആയിട്ട് ഇറങ്ങിപ്പോരാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒരാളെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ അടുത്ത് കാല് പിടിച്ച് ബെഗ് ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്റ്റോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പോവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിൽക്കില്ല എന്നൊരു ബോധ്യം നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പരിഗണന കിട്ടുള്ളൂ. സോ നമ്മളാണ് നമ്മുടെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളാണ് നമ്മുടെ പ്രൈസ് ടാഗിൽ നമ്മളുടെ മൂല്യം എന്താണെന്നുള്ളത് എഴുതി ചേർക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഫൈനാൻഷ്യലി ആണെങ്കിലും ബാക്കിയുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയണമെന്ന് ഞാൻ പറയുമ്പം ചില ആളുകളുടെ മനസ്സിലൊരു തോട്ട് വരും, എല്ലാം നമ്മൾ ചോദിച്ചിട്ടാണോ വാങ്ങിക്കേണ്ടത്? ഇപ്പൊ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തരണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചോദിച്ച് വാങ്ങിക്കണോ? അത് ഗതികേടല്ലേ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ചോദിക്കുന്നത് ആരോടാണ്? നമ്മുടെ ഹസ്ബൻഡിനോടാണ്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
മേ ബി അവർക്ക് അറിയണ്ടാവില്ല നമ്മൾ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഫ്ലവർ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർക്ക് നമ്മൾ ഫ്ലവേഴ്സ് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് അവർക്ക് അറിയണ്ടാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും അവർ അതിനെക്കുറിച്ച് ബോധേഡാവുന്നത്. സോ നമ്മൾ പറയാതെ ഉള്ളിൽ അത് വെക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സങ്കടമാവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കണം. അതായത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമുക്ക് സങ്കടമൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ട, അവരറിഞ്ഞു തരികയാണെങ്കിൽ തന്നാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിൽക്കാം. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റുകളും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് നമുക്ക് അറിയാമല്ലോ. ഇതിനിപ്പോ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മുതൽ മുടക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങളുടെ ഇമോഷൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മി രാഷ്ന സൈനിങ് ഓഫ്.